ഹെ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. उनमें यहाँ न केवल सीखने सिखाने की इच्छा दिखाई देती है बल्कि उनके बीच यह उत्साह भी दिखाई देती है कि सभी महिलाओं को സൈക്കിൾ ചലാന सीखना चाहिए. അപ്പോൾ ഈ സ്ത്രീകളുടെ ഇടയിൽ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാനുമുള്ള ആഗ്രഹം മാത്രമല്ല അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അവർക്കൊരാഗ്രഹമുണ്ടായിരുന്നു. എന്താണ്? എല്ലാ സ്ത്രീകളും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്ന ആഗ്രഹങ്ങൾ. 1992 में अंतर्राष्ट्रीय महिला दिवस के बाद अब यह जिला കബി ബി പെഹ്ലെ ജൈസ നെഹി ഹോ സക്ത. അതായത് 1992 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ അതിനുശേഷം ഒരിക്കലും ഈ ജില്ല, പുതുക്കോട്ടെ ജില്ല പഴയതുപോലെ ആവില്ല. ഹാൻഡിൽ പർ ഇന്ത്യ ലഗായെ, ഘണ്ടിയാം ബജായെ ഹുയെ, സൈക്കിൾ പർ സവാർ 1500 महिलाएं ने പുതുക്കോട്ടെ में തൂഫാൻ ലാദി. അതായത് ഹാൻഡിലിൽ ഇന്ത്യയുടെ കൊടി പതിപ്പിച്ച്, ഘണ്ടിയാൻ ബജായ അതായത് മണിയടിച്ച്, സൈക്കിളിൽ സവാരി ചെയ്യുന്ന 1500 മഹിളായെയും പുതുക്കോട്ടയിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് തന്നെ കൊണ്ടുവരികയാണ്, ഒരു റെവല്യൂഷൻ കൊണ്ടുവരികയാണ്. महिलाओं की साइकिल चलाने की इस तैयारी ने यहाँ रहने वालों को हक्का बक्का कर दिया. അതായത് ഇവിടെയുള്ള സ്ത്രീകളുടെ ഈ സൈക്കിൾ ഓടിക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ടിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളെല്ലാം തന്നെ ഹക്ക ബക്ക മീൻസ് സ്റ്റണ്ടായിപ്പോയി. ഈ സാരെ മാമലമേ പുരുഷോं का क्या राय थी? ഈ എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാരുടെ അഭിപ്രായം എന്തായിരുന്നു? ഇസ്കെ പക്ഷമേ ഓർ സൈക്കിൾസ് കെ മാലിക്കോ തോ രഹനാ ഹി താ. അതായത് ഈ സ്ത്രീകൾ സൈക്കിൾ ഓടിക്കുക ആ ഒരു പക്ഷത്തിൽ സൈക്കിൾ വിൽക്കുന്ന ആ ഡീലർ അല്ലെങ്കിൽ ആ വ്യാപാരിക്ക് എന്തായാലും നിൽക്കണമല്ലോ. ഇസ് अकेले डीलर की यहाँ लेडीज साइकिल की बिक्री में साल भर की अंदर काफ़ी वृद्धि हुई. അതായത് ഈ പുതുക്കോട്ടയിലെ ജില്ലയിൽ ആകെ ഒരു സൈക്കിൾ ഡീലറേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സൈക്കിൾ വിൽപ്പനയിൽ നമുക്ക് നല്ല ഇൻക്രീസ് അല്ലെങ്കിൽ ഒരുപാട് ലേഡീസ് സൈക്കിൾ വിറ്റുപോയി. माना जा सकता है कि इस आंकड़े का 2 कारण से कम കർക്കെ ആകെയ. അതായത് ഈ ഒരു പെട്ടെന്നുള്ള ലേഡീസ് സൈക്കിൾ വിൽപ്പനയിലുള്ള ഈ ഇൻക്രീസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 കാരണങ്ങളാണുള്ളത്. പെഹ്ലി ബാത്, ആദ്യത്തെ കാരണം तो यह है कि ढेर सारी महिलाएं ने जो लेडीज साइकिल का इंतज़ार नहीं कर सकती. അതായത് ഒരുപാട് സ്ത്രീകൾ ലേഡീസ് സൈക്കിളിന് വേണ്ടിയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജൻ സൈക്കിൾ ഖരീദനയിലേക്ക് അവരെല്ലാവരും എന്ത് ചെയ്തു? ജൻ സൈക്കിൾ മേടിച്ചു. ദൂസരെ ഉസ് ഡീലർ ने बड़ी सदकृता के साथ യഹ് ജാൻകാരി മുജേ ദേ ദി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഡീലർ നമ്മുടെ റൈറ്ററിന് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താണ്? മുജേ ദേത്തി ഉസേ ലഗാക്കി മേ ബിക്രി കർ വിഭാഗ് കാ കോയി ആദ്മി ഹോ. അദ്ദേഹം വിചാരിച്ചിരുന്നത് നമ്മുടെ റൈറ്റർ ഒരു സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണെന്നാണ് വിചാരിച്ചിരുന്നത്. कुतमी अन्नामलई की झिलमिलाती धूप में एक अद्भुत दृश्य की तरह पत्थर की खदानों में दौड़ती भागती 22 वर्षीय മനോർമണി को लोगों ने സൈക്കിൾ സിഖ്ലാത്ത देखा. അതായത് കുത്മി അന്നായ് മലൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഭയങ്കര ചൂടാണ് അവിടെ. ആ ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലും ചൂടുമാണ് അവിടെ ആൾക്കാർക്ക് ഒരു അത്ഭുത ദൃശ്യം കാണാൻ പറ്റി. അവിടെയുള്ള ക്വാറീസിൽ, കല്ലിൻ്റെ ക്വാറീസിൽ അവിടെ മനോർമണി എന്ന് പറയുന്ന ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് കാണാൻ പറ്റി. ഉസ്നെ മുജെ ബത്തായ, അവൾ എന്നോട് പറഞ്ഞു. എന്താണ് നമ്മുടെ റൈറ്ററിനോട് പറഞ്ഞത്? ഹമാരെ ഇലാക്ക മുഖ്യ ഷെയർ സെ കട്ടാ ഹുവാ ഹെ. ഞങ്ങളുടെ ഈ ഗ്രാമം എന്ന് പറയുന്നത് മെയിൻ ടൗണിൽ നിന്നും വളരെ ദൂരെയാണ്. യഹാം ജോ സൈക്കിൾ ചലാന ജാനത്തെ ഹെ ഉൻകി ഗതിശീലത ബഡ് ഗയി ഹെ. അതായത്
അതായത് ഇവിടെ സൈക്കിൾ ഓടിക്കാൻ ആരാണോ പഠിച്ചത് അവരുടെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്തു. മൊബിലിറ്റി ഇൻക്രീസ് ചെയ്തു മീൻസ് പോക്ക് വരവ്, അതായത് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാനും വരാനും അവർക്ക് വേഗം സാധിക്കുന്നു. സൈക്കിൾ ചലാനെ കെ ബഹുത്ത് നിശ്ചിത് അധിക് നിഹാർത്തെ थे. അതായത് സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് നിശ്ചിത് ആർത്തിക് നിഹാർത്താത്തെ, അതായത് അവരുടെ ഒരു ഡെഫിനിറ്റ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്, അതായത് അവർക്കൊരു സാമ്പത്തിക സ്വാധീനം അവർക്ക് കൂടുതലുണ്ടായി. ഇസ്സെ ആയ് ബി വൃദ്ധി ഹുയി, അതായത് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. യഹാം കെ കുച്ച് മഹിളാവും अगल बगल के गांव में कृषि संबंधी अथवा अन्य उत्पादन बेच ആത്തെ ഹെ, അതായത് ഇവിടെയുള്ള സ്ത്രീകൾ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയിട്ട് കൃഷി ചെയ്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവർ വിൽക്കുമായിരുന്നു. സൈക്കിൾ കി വജഹ് ബസ്സോ കി ഇന്തിസാർ മേ വ്യയ ഹോനെ വാല ഉസ്കാ സമയം ബസ് ഗയ, അതായത് അവർ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് അവർ ബസ് കാത്തിരിക്കുന്ന ആ സമയമെല്ലാം അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. ഖരാബ് പരിവാഹൻ വ്യവസ്ഥ വാലെ സ്ഥാനവും കെ ലിയെ തോ യഹ് ബഹുത്ത് മഹത്വപൂർണ്ണ ഹെ, അതായത് പുവർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഈ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിലൂടെ അവർക്ക് പോകാൻ പറ്റി. ദൂസരെ इससे इन्हें इतना समय मिल जाता है कि अपने सामान बेचने पर ज़्यादा ध्यान കേന്ദ്രിത് കർ പാത്തി, അതായത് അവർക്ക് അവരുടെ പ്രോഡക്ട്സ് കൂടുതൽ വിൽക്കുന്നതിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റി. तीसरे इससे ये और अधिक इलाकों में जा पाती थी, അതായത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ മറ്റു സ്ഥലങ്ങളിലേക്ക് വേഗം പോകാൻ പറ്റുമായിരുന്നു. अंतिम बात यह है कि अगर आप चाहे तो इसे ആരാം കർണേക്ക കാഫി സമയം മിൽ ജാത്ത, അതായത് അവർക്ക് പോകാനും വരാനുള്ള കാര്യങ്ങളെല്ലാം വേഗം നടക്കുമ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കിട്ടിയിരുന്നു. ജിൻ ചോട്ടെ ഉത്പാദകവും കി ബസോം का इंतज़ार करना पड़ता था, അതായത് ഏതൊക്കെ പ്രൊഡ്യൂസേഴ്സിനാണ് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ബസ്സുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നത്. ബസ് സ്റ്റോപ്പ് തക് പहुंचने के लिए പിതാബായി പതി യാ ബേട്ടോം പർ നിർഭർ രഹന പടുത്താ था, അതായത് ഈ ബസ് സ്റ്റോപ്പ് വരെ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ അച്ഛനോ ബ്രദറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഇവരെ ഈ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കണമായിരുന്നു. അപ്നാ സാമാൻ ബേച്ച്നെ കെ ലിയെ കുച്ച് ഗിൻ ചുനെ ഗാവോം തക് ഹി ജാ പാത്തി തി, അവർക്ക് അവരുടെ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമേ കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ. കുച്ച് കോ പേദൽ ഹി ജാന പടുത്താത്ത, പക്ഷേ പലരും നടന്നാണ് പോയിരുന്നത്. ജിൻകെ പാസ് സൈക്കിൾ നെഹി ഹെ വേ അബ് ബി പേദൽ ഹി ജാത്തെ ഹെ, ആരുടെ കയ്യിലാണ് സൈക്കിൾ ഇല്ലാത്തത് അവരിപ്പോഴും നടന്നു തന്നെയാണ് പോകുന്നത്. ഫിർ ഉन्हें बच्चों की देखभाल के लिए या पीने का पानी लेने जैसे घरेलू कामों के लिए भी जल्दी ही भागकर घर पहुंचना पड़ता था, അതായത് അതിനുശേഷം ഈ ജോലികൾക്കെല്ലാം ശേഷം അവർക്ക് കുട്ടികളെ നോക്കാനും അതേപോലെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാനും അങ്ങനെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി തിരിച്ച് വീട്ടിലെത്തണമായിരുന്നു. അബ് ജിൻകെ പാസ് സൈക്കിൾ ഹെ വേ സാരേ കാം ബിനാ കിസി ദിക്കത്ത് കെ കർ ലേത്തി ഹെ, ഇപ്പോൾ ആരുടെയൊക്കെ കയ്യിലാണ് സൈക്കിൾ ഉള്ളത് അവരെല്ലാം അവരുടെ ജോലി യാതൊരു ഡിഫിക്കൽട്ടീസും കൂടാതെ വേഗം ചെയ്തു തീർക്കാൻ പറ്റുന്നു. इसका अर्थ यह हुआ कि अब आप किसी सुनसान रास्ते पर भी देख सकते हैं कि कोई युवा माँ साइकिल पर आगे अपने बच्चे को बैठे पीछे कैरियर पर सामान लादे ചെലി ജാ രഹി ഹോ. ഇപ്പോൾ ഈ പുതുക്കോട്ടയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുൻസാൻ രാസ്ത, അതായത് ആരുമില്ലാത്ത ഒരു റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യുവതിയായ അമ്മ തൻ്റെ സൈക്കിളിൽ മുൻഭാഗത്ത് തൻ്റെ കുട്ടിയെ ഇരുത്തി പുറകിൽ സാധനങ്ങൾ കെട്ടി അവർ പോകുന്നത് കാണാം. വഹ് അപ്നെ സാത്ത് പാനി സെ ഭരെ
दो या तीन बर्तन लिए अपने घर या काम पर ജാതി ദേക്കാ ജാ സക്തി ഹെ. അതായത് അവരവരുടെ പുറകിൽ ഒന്നില്ലെങ്കിൽ കുടങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വെച്ചിട്ടോ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. अन्य पहलुओं से ज़्यादा आर्थिक पहलू पर ही बल ദേന ഗലത് ഹോഗ. അതായത് മറ്റു കാര്യങ്ങളെക്കാൾ സാമ്പത്തിക കാര്യങ്ങൾക്കാണ് ഇവിടെ സൈക്കിൾ ഓടിക്കുന്നതിലൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ലഭിച്ചത്. സൈക്കിൾ പ്രശിക്ഷൺ से महिलाओं के अंदर आत्मसम्मान की भावना पैदा हुई है. यह बहुत महत्वपूर्ण कार्य है. അതായത് സൈക്കിൾ ട്രെയിനിങ്ങിലൂടെ സ്ത്രീകൾക്ക് സ്വന്തമായി ആത്മാഭിമാനം വർദ്ധിക്കുകയും അത് വളരെ ഒരു മഹത്വപൂർണ്ണമായ കാര്യമാവുകയുമാണ് ചെയ്തത്. ഫാത്തിമ കാ കഹ്ന ഹെ ബേശക് യഹ് മാമല കേവൽ ആർത്തിക് നഹി ഹെ. ഫാത്തിമ പറയുന്നത് ഇതൊരു മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല. ഫാത്തിമാനെ യഹ് ബാത് ഇസ് തരഹ് കഹി ജിസെ മുझे लगा कि मैं कितनी മൂർഖതാപൂർണ്ണ ढंग से सोच रहा था. അതായത് ഫാത്തിമ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് മീനിങ്ലെസ് ആയിട്ടാണ് വിചാരിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നിയത്. उसने आगे कहा साइकिल चलाने से मेरी कौन सी കമായി ഹെ. അതായത് ഫാത്തിമ പറഞ്ഞത് ഇതാണ്, സൈക്കിൾ ഓടിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലാഭം അല്ലെങ്കിൽ എന്താണ് വരുമാനം. മേ തോ പേസ ഹി ഗവാത്തി ഹോ, ഞാൻ എൻ്റെ പൈസ കളയുകയാണ് ചെയ്യുന്നത്. മേരെ പാസ് ഇത്തന പേസ നെഹി ഹെ കി മേ സൈക്കിൾ ഖരീദ് സകോ, എൻ്റെ കയ്യിൽ ഇത്ര ഇല്ല, ഒരു സൈക്കിൾ മേടിക്കാനുള്ള പണം എനിക്കില്ല. ലേക്കിൻ हर शाम मैं किराए पर साइकिल लेती हूँ ताकि मैं आज़ादी और खुशहाली का അനുഭവ कर सकूं. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും സൈക്കിൾ വാടകയ്ക്കെടുക്കുന്നു. എന്തിനാണ്? എനിക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. पुदुकोटे पहुँचने से पहले मैंने इस विनम्र सवारी के बारे में कभी इस तरह सोचा ही नहीं था. ഞാൻ പുതുക്കോട്ടെ എത്തുന്നതിന് മുന്നേ ഈ വളരെ എളിയ സവാരിയായ സൈക്കിൾ സവാരിയെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. മേ സബി സൈക്കിൾ കോ ആസാദി കാ പ്രതീക് നെഹി സമജ്താത്ത, ഞാൻ ഒരിക്കൽ പോലും സൈക്കിൾ സവാരിയെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ഏക് മഹിളാനെ ബത്തായ ലോഗോं के लिए यह समझना बड़ा कठिन है कि ग्रामीण महिलाओं के लिए यह कितनी बड़ी चीज़ है. ഒരു സ്ത്രീ, പുതുക്കോട്ടയിലുള്ള ഒരു സ്ത്രീ പറഞ്ഞതാണ്, ആളുകൾക്ക് സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ തിങ് ആയിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഉൻകെ ലിയേ തോ ഹവായി ജഹാസ് ഉഡാനെ ജേസി ബഡി ഉപലബ്ധി ഹെ. അതായത് ഇവിടെയുള്ള സ്ത്രീകൾക്കൊരു സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു എയ്റോപ്ലെയിൻ ഓടിക്കുന്നതിന് തുല്യമാണ്. ലോഗ് ഇസ് പർ ഹസ് സക്തെ ഹെ, ആളുകൾക്ക് വേണമെങ്കിൽ ഇത് ചിരിക്കാനായി എടുക്കാം. ലേക്കിൻ കേവൽ യഹാം കി ഔരത്തേം ഹി സമജ് സക്തെ ഹി കി ഉൻകെ ലിയേ യഹ് കിത്ന മഹത്വപൂർണ്ണ ഹെ. പക്ഷേ ഇവിടെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ അവർക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ഈ നേട്ടം എത്ര വലുതാണെന്ന് അറിയുകയുള്ളൂ. ജോ പുരുഷ് ഉസ്കാ വിരോധ് കർത്തെ ഹെ വേ ജായേ, അത് ഏത് പുരുഷന്മാരാണ് ഇതിനെ എതിർക്കുന്നത് അവർ വേണമെങ്കിൽ പോകട്ടെ. ഓർ ടഹ്ലെ क्योंकि अब साइकिल चलाने की बात आती है वे महिलाओं की बराबरी ही नहीं कर सकते. ഇപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് സ്ത്രീകളുമായി മത്സരിക്കാൻ കഴിയുകയില്ല. ഇത് എഴുതിയത് പി സായിനാഥ്. ഓക്കെ, താങ്ക് യു.